നമ്പർ വണ്ടി നിർത്ത്. ഏതോ കാറുകാരൻ വട്ടം വെച്ചാന്ന കേട്ടത്. അവൻ നിർത്താതെ പോയി. ചെറുക്കനാ പോസ്റ്റ് പോയി തലടിച്ചിട്ടുണ്ട്. പെണ്ണ് പുല്ലിൽ വീണതുകൊണ്ട് വലിയ പേർക്കില്ല. എല്ലാം അവിടെ വിളിച്ചു പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ എല്ലാം റെഡിയായിരിക്കും. അതെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹോസ്റ്റലിൽ കൂടുതൽ ആരോടൊന്നും പറയുന്നില്ല. നീ അവരോടൊന്നും പോണേ. ശരി. പ്രശസ്തനായ ന്യൂറോ സർജനായിരുന്നു ശ്യാമിനെ നോക്കിയ ഡോക്ടർ സുധീഷ്. അദ്ദേഹം അവൻ്റെ കാര്യത്തിൽ എന്തു പറയുന്നതായിരുന്നു കാത്തിരുന്ന് ഞങ്ങളുടെ എല്ലാം ആകാംക്ഷയും പ്രതീക്ഷയും. ഈ ഡോക്ടർ സുധീഷിൻ്റെ ഒരു പരിചയക്കാരനാണ്. പുറമേക്ക് വലിയ പരിക്കൊന്നുമില്ല, പക്ഷേ നാളത്തെ സ്കാൻ റിപ്പോർട്ടൂടെ വന്നാലേ എന്തെങ്കിലും പറയാനൊക്കത്തുള്ളൂ. കുറച്ച് പൈസ ഞാൻ കരുതി. അയ്യോ, ഇപ്പോൾ വേണ്ട ചോ. ഇവിടെ വേണ്ടിടത്തോളം അടച്ചു കഴിഞ്ഞു. ഹാരിസ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കരുതിയാ വന്നത്. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ശ്യാമിൻ്റെ അച്ഛനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അവൻ്റെ അമ്മയെ തൃശ്ശൂരിൽ നിന്ന് വീട്ടിലേക്ക് ആരും എത്തിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ആരോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിൻ്റെ തലേദിവസം പൂൾ സൈഡിൽ വീണ് കൈ ഒളിക്കുന്ന അന്നയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവളെ ഇടയ്ക്കൊന്ന് വിളിച്ചേക്കണം. അവളാകെ ഇന്നലെ ഇടിച്ചിട്ടിട്ട് പോയത് നീലയിൽ സ്റ്റിക്കർ ഒടിച്ച ഒരു റാലിക്കാരായിരുന്നു. സമാധാനമായിട്ട് ഇവരൊക്കെ ഇവിടെ ഉണ്ട്. ആക്സിഡൻറ്റിന് ശേഷം 28ാമത്തെ ദിവസം ശ്യാമിനെ റൂമിലേക്ക് മാറ്റി. അവൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയോടെ ഡോക്ടർ സുധീഷ് എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഗുഡ്. സർജറിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിൽ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. സോ റിലാക്സ്. ഓക്കെ ഡോക്ടർ. ഇന്ന് ഹാരിസ് ആണോ ഇവിടെ? അതെ. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ മാറി മാറി ഞങ്ങൾ അവന് കൂട്ടിരുന്നു. 1 മാസത്തോളം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാവുന്നതായപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചു. കൊണ്ടുപോയാലും ശ്യാമിൻ്റെ കാര്യത്തിൽ തുടർന്ന് പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചു. ശ്യാമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അങ്കിൾ പറയുന്നത്. എന്തൊക്കെയായാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വകാര്യതകളൊക്കെ ഇല്ലേ? അവൻ്റെ ഒരു പക്വതക്കുറവ് കൊണ്ട് സംഭവിച്ചതിന് നിങ്ങളെല്ലാവരും കൂടി അവിടെ നോക്കിക്കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ അവധിക്ക് പോലും പോകാതെ എത്ര നാളാ? അങ്കിൾ ഇതാരുടെയും പക്വതക്കുറവൊന്നുമല്ല, സംഭവിക്കാനുള്ളതായിരുന്നു. അത് അഥവാ പക്വതക്കുറവാണെങ്കിൽ തന്നെ അത് ശ്യാമിൻ്റെ അല്ല, എൻ്റെ അങ്കിൾ. എന്താ സംഭവിച്ചെന്നുള്ളത് അങ്കിൾ അറിയണം. ഞങ്ങളന്ന് തൃശ്ശൂർ ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ച് ദൂരമായി കാണും. ഏതോർത്തും പിന്നാലെ ഉണ്ടല്ലോ കുറേ നേരമായിട്ട്. ഉറക്കമില്ലാത്ത ഏതെങ്കിലും പൂവാലിനായിരിക്കും. എന്നാലും ശ്യാം ഇത്ര ദൂരത്ത്, അത് ഒറ്റയ്ക്ക് ബൈക്കേല്? അമ്മ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പോന്നപ്പോ അമ്മയുടെ ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്ന കവർ എടുക്കാൻ വിട്ടുപോയി. പോയി ബൈക്കിൽ അത് എടുത്തോണ്ട് പോന്നു. നിങ്ങൾ അവിടുന്ന് തിരിച്ച കാര്യം മായ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ ഒപ്പം പോകാമെന്ന് കരുതി. ഇനി ഒറ്റയ്ക്ക് അവിടെ വരെ ബൈക്ക് ഓടിച്ച് അതൊന്നും കുഴപ്പമില്ല. അതെ, ഒരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഞാൻ ശ്യാമിന്റെ പങ്കിലോ പോവണോ? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? വണ്ടി കയറി. ഒടുവിൽ ഇവള് വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ ഞാനാണ് അതിനെ സമ്മതിച്ചത്.
കുറേ നേരത്തേക്ക് ഇവർ മുമ്പിൽ കയറിയും ഞങ്ങളെ കയറ്റി വിട്ടും എൻജോയ് ചെയ്ത് വരികയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് 2 മിനിറ്റ് നേരത്തേക്ക് ഇവരെ കാണാതായി. അല്പം ടെൻഷനായ ഞങ്ങൾ കുറച്ച് സ്ലോ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അന്യാണ് വണ്ടി ഓടിക്കുന്നത്. ഈ അവസ്ഥയിൽ ഞങ്ങൾ അവനെ കൈയൊഴിഞ്ഞ പിന്നെ ഞങ്ങൾ എന്ത് കൂട്ടുകാരൻ. അങ്കിൾ അവനെ കൊണ്ടുപോയിക്കോ, പക്ഷെ ഇപ്പോഴല്ല. അവന് സംസാരിക്കാനും നടക്കാനും ഒക്കെ ആവുമ്പോൾ. അതുവരെ എന്തിനാ വെറുതെ അമ്മയും കൂടി വിഷമിപ്പിക്കാൻ. ശ്യാമിൻ്റെ അല്ല, അന്നയുടെ കൈപ്പഴവിൽ നിന്നാണത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടും അവൻ്റെ അച്ഛൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല. അപ്പോൾ ശ്യാമിന് അച്ഛനല്ലാതെ ബന്ധുക്കളാരും ഇല്ലേ? അവരുടേതൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ഇവർക്കോ ഇവരുമായി ബന്ധുക്കൾക്കോ ഒരടുപ്പമില്ലായിരുന്നു. ശ്യാമിൻ്റെ അച്ഛൻ അനുവാദം കിട്ടിയ ഞങ്ങൾക്ക് പിന്നെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്ന കോളേജ് മാനേജ്മെന്റിന്റെയും ഹോസ്റ്റൽ അധികാരികളുടെയും സമ്മതം മേടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ചർച്ചകളും ആയിരുന്നു പിന്നീട് അങ്ങോട്ട്. തളർന്നു കിടക്കുന്ന ഒരാളെ പരിപാലിക്കുന്നത് അത്ര എളുപ്പമല്ല. ഇതൊരു ആരംഭ ശൂരത്വം മാത്രം ആവരുത്. ഒരിക്കലും ഇല്ലച്ചോ. ഇനി അവൻ്റെ മനസ്സിൽ പതിയുന്ന മുഖങ്ങളും ചിത്രങ്ങളെല്ലാം അവനെ സന്തോഷപ്പെടുത്തുന്നത് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ ഡോക്ടറോട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മേൻ്റെ അടുത്തേക്ക് അവനെ. അമ്മയ്ക്ക് ഇതുവല്ലോ അറിയോ? ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി കിട്ടിയിട്ടുണ്ട്. ടെമ്പററി ട്രെയിനിങ് വേണ്ടി പുറത്തു പോയിരിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കിയതിനാൽ പ്രിൻസിപ്പലിനോടും മാനേജറിനോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒഴിഞ്ഞു കിടക്കുന്ന ഗെയിംസ് റൂം വൃത്തിയാക്കി എടുക്കാം. എന്നാ പിന്നെ അതിനുള്ള ഒരുക്കങ്ങൾ അങ്ങോട്ട് തുടങ്ങടാ. അല്ലേ തുടങ്ങിയച്ചോ? ശ്യാമിനെ തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ച പ്രധാന കാര്യം അവനെ ഒരു ടെൻഷനും ഇല്ലാണ്ട് എപ്പോഴും ഹാപ്പിയായി നോക്കണമെന്നായിരുന്നു. അതിനായി ഞങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്തു. അവനെ ചിരിപ്പിക്കാൻ ചില കോമാളിത്തരങ്ങൾ ഉൾപ്പെടെ. നല്ലൊരു ആശ്വാസം. മസ്താനത്തെ റൂമിൽ വൃത്തിയോടെ ഒട്ടിക്കുന്നു. അത് മാത്രം എടുക്കണ്ട ഇനി. പണ്ട് മുതലേ അവൻ ഞങ്ങളുടെ അതിൽ തൊടാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഞങ്ങളുടെ ഹോസ്റ്റലും പൂർണ്ണ മനസ്സോടെ ശ്യാമിനെ സ്നേഹിച്ച എല്ലാവരും ചേർന്ന് അവനെ അങ്ങ് ഏറ്റെടുത്തു. ഒരു പൊടിക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. ഓക്കെ 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 ഡൺ. ഓരോരുത്തരായിട്ട് ഇറങ്ങി വാ. കത്തിപ്പാറ കുസുമം വേറെ മൂന്നാമത് അത് തിരുവാണല്ലോടാ. അയ്യോ ഇതെന്നതാടാ ഇവിടെ ഒരു ബക്കറ്റ് സമ്മേളനം. ശ്യാമിൻ്റെ റൂം ക്ലീൻ ചെയ്യാനും തുണികൾ അലക്കാനും ഒരാളെ കിട്ടിയേക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിനുള്ള ആളെ കൊണ്ടുവന്നതാ തെയ്യാള്. ഈ പുറത്ത് കിടക്കുന്ന 3 ഓട്ടോറിക്ഷയിലോ? അത് ഇവര് തമ്മിലുള്ള കോമ്പറ്റീഷൻ കാരണേ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യില്ല ഫാദർ. ചിലപ്പോ ഒരാളും കൂടെ ഇപ്പൊ വരും. വന്നതൊക്കെ മതി. എന്താ ഇവരുടെ പേര്? മടൽ ഉണങ്ങിയ പോലുണ്ട്. ഇവര് മതി, വേറെ ആരും വേണ്ട. ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ടേ. അല്ലെങ്കിൽ ഇവിടെ വേറെ കോമ്പറ്റീഷൻ കൂടും.